അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റേഷ്യം പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യക്കാരല്ലേ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കൂടെ, ഒരു റഷ്യൻ ക്ലയൻറ്റിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഷിക്, ഐ ലിറ്ററലി ഹേറ്റ് ഇന്ത്യൻ പീപ്പിൾ എന്നാണ്. അപ്പോൾ ഞാൻ എന്താ സംഭവം നോക്കുമ്പം അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അവർ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ഒന്നും ഒരിക്കലും ഈ ഒരു സ്കിൻ കളേഴ്സിൽ ബോധേഡ് അല്ല. ഇപ്പം ഈ ഒരു സ്കിൻ കളേഴ്സിൽ ഏറ്റവും കൂടുതൽ ബോധേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇന്ത്യൻസ്. അപ്പം അതിന് ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ സ്ത്രീകളൊക്കെ കുങ്കുമം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സബ്സ്റ്റൻസ് ഒക്കെ കഴിച്ചിട്ടാണ് കുഞ്ഞിനെ വെളുപ്പിക്കാൻ നോക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ എന്താ പറയുക, മഞ്ഞളൊക്കെ തേച്ചിട്ടും ഇതൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞിനെ വെളുപ്പിക്കാൻ നോക്കും. ഈ ഒരു മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ഫെയർനെസ് പ്രൊഡക്ട്സ് വിറ്റേക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 10,000 CR മേലെ ഇന്ത്യയിൽ വിറ്റുവരവുള്ള പ്രൊഡക്ട്സാണ് ഈ ഒരു ഫെയർനെസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെയാണ് ഏകദേശം അതിൽ തന്നെ 80% ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ റേസിസം പ്രൊമോട്ട് ചെയ്യുന്നത് ഒക്കെ ഇന്ത്യക്കാരാണ്.